പാടില്ല. അതുകൊണ്ടൊരു ഹൈ പവർ കമ്മിറ്റി. ക്രിസ്ത്യാനിയിൽ നിന്ന് 2 ബിഷപ്പന്മാർ, അതേപോലെ മുസ്ലിങ്ങളിൽ നിന്ന് 2 ഇമാംമാർ. ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ വന്നപ്പോ സന്യാസിക്ക് പ്രയാസം. കാരണം എന്താ? സെക്കുലാറിസം, അദ്വൈത സിദ്ധാന്തം. എന്താണ് അദ്വൈത സിദ്ധാന്തം എന്നൊന്ന് മനസ്സിലാക്കണം. ഇത് പലപ്പോഴും പലർക്കും തെറ്റിപ്പോയിട്ടുണ്ട്. ഏതായാലും വർഗീയവാദി എന്ന് പറഞ്ഞ് എന്റെ പേര് എഴുതിയിട്ടു. അരവിന്ദാക്ഷനെ എന്നോ വിളിച്ചു പറഞ്ഞു, കമ്മീഷൻ അരവിന്ദാക്ഷനാണ് വിളിക്കുന്നത്, ഇതേ ഭാഷയാണ്. ഇങ്ങനെ ഒരു കാര്യം ഉദ്ദേശമുണ്ടൊരു കമ്മിറ്റി രൂപീകരിക്കാൻ. ഹിന്ദുക്കളിൽ നിന്ന് ആളുകൾ വേണം, ആരും തന്നെ വന്നിട്ടില്ല, അതുകൊണ്ട് സ്വാമിജി വരണം. ആരെങ്കിലും വന്നിരുന്നെങ്കിൽ സ്വാമിജി വരണ്ടായിരുന്നു. ആരും തന്നെ വന്നിട്ടില്ല, അതുകൊണ്ട് സ്വാമിജി വരണം. അല്ല, ഞാനിപ്പോ കമ്മീഷൻ ആയതുകൊണ്ട്, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് വിളിക്കുമായിരുന്നു. ഞാനതിന് മറുപടി പറഞ്ഞു, എന്റെ നട്ടല് അണ്ണാമ്പഴമല്ല, എനിക്കുള്ളത് തന്നെ, അല്പബലവുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് കാര്യമില്ല. നിങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയല്ല ഞാൻ സന്യസിച്ചതും. ഹിന്ദു ജനത ഉണ്ടാകും നിങ്ങളെപ്പോലെ ഒരാൾ കമ്മീഷനാകുമെന്ന് കരുതിയുമല്ല. അതിന് മറുപടി പറഞ്ഞ് എന്തായാലും ഒന്ന് വരണം. മനുഷ്യത്വത്തെ ആദരിച്ച് ചെന്നു. അവരുടെ പക്ഷത്തുള്ള ക്രിസ്ത്യൻ പക്ഷപാതികളായിട്ടുള്ള കുറെ അഡ്വക്കേറ്റ്സ് ഉണ്ട്, മറുഭാഗത്ത് മുസ്ലിങ്ങൾ വിളിച്ചിട്ടുള്ള അഡ്വക്കേറ്റ്സ് ഉണ്ട്. 2 പേരോടും കമ്മീഷൻ ചോദിച്ചു, നിങ്ങൾക്ക് സ്വാമിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മുസ്ലിം പക്ഷപാതികൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു അരമണിക്കൂർ അദ്ദേഹത്തോട് സംസാരിക്കണം. അടുത്ത ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് 20 മിനിറ്റ്. ഹിന്ദുക്കളായവർക്ക് വളരെ സംതൃപ്തിയാണല്ലോ 5 മിനിറ്റ്. കാരണം വേറൊന്നുമല്ല, അവർ ആശ്രമത്തിൽ വരുന്നവരും കൂടിയാണ് പലപ്പോഴും. അവർക്ക് കാര്യങ്ങൾ അറിയാമെന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒതുങ്ങി. ഞാൻ ചോദിച്ചു, ഏതായിരുന്നാലും സംസാരിക്കാനുള്ള സമയം വരട്ടെ, ഒരു കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ, ഇത് സ്റ്റാറ്റ്യൂട്ടറിയിലായാണോ? ഇങ്ങനെ വരുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ ഇവിടെ ഇപ്പോ കമ്മീഷനുണ്ട്. ഈ കമ്മീഷൻ ഇരിക്കെ വരുന്ന ഹിന്ദുവിന്റെ ഭാഗത്തുള്ള സന്യാസിയോട് അരമണിക്കൂർ സംസാരിക്കണം. മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നിഷ്പക്ഷമായി ഇവിടെ പറഞ്ഞു കേട്ടുമില്ല. അപ്പോ സന്യാസിയെ ഒന്ന് വിസ്തരിക്കാനുള്ള മറ്റാണോ ഏറ്റിരിക്കുന്നത്? ഇതങ്ങനെ നിയമം എഴുതി വെച്ച് ഭരണഘടനാപരമായി വിധി എഴുതിയതിന്റെ ഭാഗമാണ്. സ്റ്റാറ്റ്യൂട്ടറിയിലാണോ എന്ന് ചോദിച്ചപ്പോ ഇയാൾക്ക് അക്ഷരാഭ്യാസം ഉണ്ടെന്നൊരു തോന്നൽ. എങ്കിലും ഇപ്പോൾ അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. കാരണം ഒരു ഫിലിം ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു, സത്യാനന്ദന്റെ കുംഭസാരം. അല്ല, കുംഭസാരം മാറ്റിയിട്ടുണ്ട്. സത്യാനന്ദന്റെ സദാചാരം എന്നെ പറ്റിയാണ്. തലയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചാണ് ഫാദർ ആക്ട് ചെയ്യിച്ചിരിക്കുന്നത്. ഇവൻ ആരെ ഫാദറാണെന്ന് ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഏതായിരുന്നാലും വരട്ടെ. അങ്ങനെ കഴിഞ്ഞിട്ട് എന്റെ പൂർവ്വകാല ചരിത്രം മുഴുക്കെ അനാവശ്യങ്ങളുടെ പട്ടികയും, അത് കഴിഞ്ഞിട്ട് ഫാദർ അടുത്തെത്തുന്നു, കുമ്പസാരിക്കുന്നു, പള്ളിയിൽ ചേർക്കുന്നു. അങ്ങനെയാണ് ഇപ്പൊ എനിക്ക് ഇങ്ങനെ വന്ന് നിൽക്കേണ്ടി വന്നത്. പള്ളിയിൽ നിന്ന് ചാടി വന്നാണോ നിൽക്കുന്നത് അതൊന്നും എഴുതിയിട്ടില്ല. ഏതായിരുന്നാലും അങ്ങനെ ഒന്ന് പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ പുറത്തു വന്നത് നല്ലവണ്ണം ദഹിക്കില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം പാതിരിക്ക് പലയിടത്തും ഓടേണ്ടി വരും. അങ്ങനെ ഓടാത്ത ഒരന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ആവശ്യം. അടി കുപ്പായത്തിന്റെ മുകളിൽ കൊണ്ടാലും ഏൽക്കും, യാതൊരു സംശയവും വേണ്ട. ഇതിന് വേറൊന്നും മരുന്നില്ല. ചെയ്തു വയ്ക്കുന്നത് അനാവശ്യങ്ങളുടെ പട്ടികയാണ്. മനുഷ്യത്വത്തോട് എനിക്ക് വിപരീതമില്ല. ജോസഫ് പുലിക്കുന്നിലിനെ പോലുള്ള ക്രിസ്ത്യാനികളോട് എനിക്ക് ബഹുമാനമുണ്ട്. അവരോട് സാഹോദര്യ ഭാവമുണ്ട്. ആശ്രമത്തിൽ വരുന്ന ക്രിസ്ത്യാനികളുണ്ട്, നൂറ്റിക്കണക്കിന് എണ്ണത്തിന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അണിനിരത്താം. ആശ്രമത്തിന്റെ സംസ്കാരത്തോടോ ഭാരതീയ ഹൈന്ദവത്വത്തിന്റെ സംസ്കാരത്തോടോ ഏതെങ്കിലും ഒരു അനീതിയുടെ ശബ്ദം അവർക്ക് പറയാനുണ്ടാവുകയില്ല. അത്തരത്തിലാണ് ഇന്നും അവരോട് പെരുമാറുന്നത്. മുസ്ലിങ്ങൾ ആശ്രമത്തിൽ വരുന്നുണ്ട്, അങ്ങനെ ധാരാളം പേര് അറിഞ്ഞു തന്നെ വരുന്നുണ്ട്. അവർക്കും പരാതികളില്ല. ഞാൻ ഈ പറയാനുള്ള കാരണം, മനുഷ്യത്വത്തിന്റെ പശ്ചാത്തലം മതം കൊണ്ട് മറയ്ക്കരുത് എന്ന് വീണ്ടും ആവർത്തിച്ചുകൊണ്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അതല്ല നാം ഇന്ന് കാണുന്നത്. ഒരു സമ്മർദ്ദ തന്ത്രം കൊണ്ട് ഇവിടുത്തെ ഹൈന്ദവരുടെ മുഴുവൻ സ്വത്തും പിടിച്ചെടുക്കുവാനും, ഹൈന്ദവരെ മരം മാറ്റിയെടുക്കുവാനും, ഹൈന്ദവീയമായിട്ടുള്ള സ്ഥാപനങ്ങളെ തന്നെ നിഷ്പ്രഭമാക്കുവാനും അതേപോലെ അശക്തമാക്കുവാനും ഉള്ള സാമ്പത്തിക ഘടനയിൽ പോലും മാറ്റം വരുത്തിക്കൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളെ പാപ്പരാക്കുവാനും, അവൻ ജനിച്ചു വളർന്ന നാട്ടിലെ ഉടമസ്ഥാവകാശം കള്ളനാണയം കൊണ്ട് വിലയ്ക്ക് വാങ്ങിച്ച് സ്വന്തമാക്കുവാനും ശ്രമിക്കുന്ന ഒരു പശ്ചാത്തലമാണിന്ന് നാം കാണുന്നത്. ഇവിടെ ഡിഫിയെ പറ്റിയൊക്കെ പറഞ്ഞു. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. 2 മാസത്തെ രഥയാത്ര നടന്നു കേരളമൊട്ടാകെ. ചെറുപുഴയിൽ എത്തിയ സമയത്ത് അത് കമ്മ്യൂണിസ്റ്റ് സ്റ്റാലിന്റെ കുടുംബമാണെന്ന് വേണമെങ്കിൽ പറയാം.
അത്തരത്തിലുള്ള ഒരു സ്ഥാനം 1.5 ലക്ഷത്തോളം ആളുകൾ ഒരുമിച്ചുകൂടി 4.5 മണിക്കൂർ ഞാൻ സംസാരിച്ചു അവിടെ. അത് കഴിഞ്ഞിട്ട് തങ്ങളിൽ ഒരു ചർച്ച നടന്നു സഖാക്കന്മാരുടെ അങ്ങനെ തന്നെ. ഞാൻ ആക്ഷേപത്തിന് പറയുകയല്ല. ഈ 48 കൊല്ലത്തിന് മുമ്പ് ഇവിടെ കമ്മ്യൂണിസമല്ല ഉണ്ടായിരുന്നത്, ഹിന്ദുവാണ്. ആ ഹിന്ദുവിനെ മരവിപ്പിച്ചുകൊണ്ടും അടിച്ച് അമർത്തിക്കൊണ്ടുമാണ് ബ്രിട്ടീഷുകാരൻ മേൽക്കോയ്മ പുലർത്തിയത്. അതിനു മുമ്പ് മുസ്ലിങ്ങൾ ആക്രമിച്ചിട്ട് മേൽക്കോയ്മ സ്ഥാപിച്ചു. ഈ സമയത്തൊന്നും രാഷ്ട്രീയത്തിന്റെ ഭിന്നത നമ്മളെ യാതൊരു കാരണവശാലും ഭിന്നിപ്പിച്ചില്ല, മാറ്റി നിർത്തിയില്ല. ആ കാലഘട്ടത്തെ മനസ്സിൽ കാണാതെ സ്വാതന്ത്ര്യം കണ്ടെടുത്തത് കൊണ്ട് മുമ്പോട്ട് വന്നതിന് ശേഷം നമുക്കുണ്ടായ ഭിന്നതയും ഏത് എന്ന് നിങ്ങൾ അറിയുവാൻ ലോകത്തിന്റെ സംഘടനാബലവും ലോകത്തിന്റെ മതപരമായിട്ടുള്ള നിലനിൽപ്പുകളും നമുക്കെതിരെ എങ്ങനെ തിരിഞ്ഞിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. ശത്രുക്കളായ ഡിഫിക്കാരെ കണ്ടുകൊണ്ടല്ല ഞാൻ പറയുന്നത്. നമ്മളെ പഠിപ്പിച്ചത് ശരിയാണെന്ന് മാത്രം കരുതരുത്. ഇനിയും ധാരാളം നിങ്ങൾ പഠിക്കുവാനുണ്ട്. ഞാൻ രേഖകൾ നിരത്തിവെക്കുന്നത് തെറ്റാണെന്ന് ആർക്കെങ്കിലും തെളിയിക്കാമെങ്കിൽ ഈ വേഷം ഏത് നേതാവിന്റെ മുമ്പിൽ വെച്ചും മാറ്റി അവർ കരുതുന്ന കൊടിയും പിടിച്ച് നടക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കണം. ബാക്കിയുള്ളവർ ശത്രുക്കളാണെന്ന് കരുതരുത്. നമ്മുടെ പ്രശ്നങ്ങൾ പാർട്ടിക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടരുത്. ഇന്ന് ലോകത്ത് 5,72,80,000 ചതുരശ്ര മൈലുണ്ട്. ഈ 5,72,80,000 ചതുരശ്ര മൈലിൽ 3.5 കോടി ചതുരശ്ര മൈൽ സ്ഥലം ക്രിസ്ത്യാനികൾ കൈയടക്കിയിട്ടുണ്ട്. ഈ കൈയടക്കൽ ഇതേപോലെ മണലൂരിൽ മറ്റു മതങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടത്ത് ശവം കുഴിച്ചിട്ടും മനഃശാസ്ത്രപരമായിട്ട് അവനെ തളർത്തിയും വിദേശ നാണ്യം കൊണ്ട് ചുറ്റുപാടുമുള്ള വസ്തുക്കൾ വിലയ്ക്ക് വാങ്ങിച്ച് ചേർത്തും അവരവരുടെ എന്ന് കരുതുന്ന ആടുകളെ കുടിയേർത്തി പാർപ്പിച്ചും സമ്പാദിച്ചെടുത്തതാണ്. അതുമാത്രവുമല്ല, മതം വിലപ്പിക്കുന്നതിന് മറ്റു തന്ത്രങ്ങളിൽ അതിപ്രധാനമാണ് കൺവർഷൻ അല്ലെങ്കിൽ മതം മാറ്റം. എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഈ 3.5 കോടി ചതുരശ്ര മൈൽ സ്ഥലത്തും മതം മാറ്റപ്പെട്ടിട്ടുണ്ട്. ഗാന്ധിജിയെ സമീപിച്ച ഒരു ചെറിയ ഓട്ടോഗ്രാഫിന് വേണ്ടി സമീപിച്ച ഒരു പയ്യനോട് ഒരു പടം ഒപ്പിട്ടു കൊടുക്കാൻ വേണ്ടി സമീപിച്ചു. അദ്ദേഹം ചോദിച്ചു, എന്തിനായിരുന്നു? മിഷണറിമാർ നടത്തുന്ന ഒരു സ്കൂളിന് കാശുണ്ടാക്കാനാണെന്ന് പറഞ്ഞപ്പോ ഗാന്ധിജി നവജീവൻ പബ്ലിക്കേഷന്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ആ ഒറ്റ കാരണം കൊണ്ട് ഞാൻ ഒപ്പിട്ട് വരികയില്ല. കാരണം കൺവേർഷൻ ഈസ് സ്വാപ്പിംഗ് പോയിസൺ ഇൻ ദി ഫൗണ്ടൻ ഓഫ് ട്രൂത്ത്. സത്യത്തിന്റെ ജലധാരയിൽ വിഷം കലർത്തുന്നതാണ് മതം മാറ്റം എന്ന് പ്രഖ്യാപിച്ച ഗാന്ധിജി അന്നെടുത്ത ആ ഗാന്ധി തൊപ്പി ഇന്ന് കവിളാറുന്ന തൊപ്പിയാണ്. ആ നിലയിലേക്ക് ഇത് അധപ്പതിച്ചപ്പോ ഗാന്ധിജി അന്ന് പറഞ്ഞ 3 കാര്യങ്ങൾ പ്രധാനമായുണ്ട്. ഒന്ന്, സ്വദേശി മതം. അതിന്റെ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത് ഹിന്ദു മതം എന്ന് തന്നെ. സ്വദേശി മതം എന്ന് ഗാന്ധിജി എഴുതിയത് ഹിന്ദു റിലിജിയൻ എന്ന് എഴുതിയിരിക്കുന്ന പുസ്തകം നേതാവെ നിന്റെ കയ്യിൽ തന്നാൽ നീ കാണിച്ച പുലഭ്യത്തിന്, ഗുരുത്വക്കേടിന്, അതേപോലെ ദേശീയതയ്ക്കുള്ള വിരുദ്ധ നയങ്ങൾ സ്വീകരിച്ചതിന് ചൂതനെന്നും സെക്കുലാറിസമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് കുംഭവിപ്പിച്ചതിന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയതിന് മറുപടി പറയാമോ? ഇത് ചോദിച്ചാൽ ആർക്കും ദേഷ്യം വന്നിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള പശ്ചാത്തലങ്ങൾ ആയിരം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അതിന് ചിലതൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിരത്തിവെച്ചത്. ശുചിബാജി കുറെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. ഇതുപോലെ പറഞ്ഞാൽ 1 മാസം എന്ന് പറഞ്ഞാൽ തീരാത്ത സംഭവങ്ങളുണ്ട്. ഏതായിരുന്നാലും 5,72,80,000 ചതുരശ്ര മൈലിൽ ഈ 3.5 കോടി സമ്പാദിച്ചത് നാമം ജപിച്ചല്ല, പഞ്ചശീലം ജപിച്ചല്ല, സെക്കുലാറിസം പ്രഖ്യാപിച്ചല്ല, അതേപോലെ നിരീശ്വരവാദം പ്രഖ്യാപിച്ചല്ല. ആണെങ്കിൽ സെക്കുലാറിസം കൊണ്ട് ഏകത്വം പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുന്നവരോട് ഞാൻ ചോദിക്കട്ടെ. മാണി ഇവിടെ മന്ത്രിയായിരുന്നപ്പോൾ എന്ന് പറഞ്ഞു, ഞാൻ ആദ്യമായൊരു ക്രിസ്ത്യാനിയാണ്, പിന്നീടാണ് പോളിറ്റീഷ്യൻ. കുഞ്ഞാലിക്കുട്ടിയെ വിട്ടികളെല്ലാം കൂടി വിളക്ക് കൊളുത്താൻ വിളിച്ചുകൊണ്ടുപോയി ആലുവായിൽ ശങ്കരാചാര്യരുടെ ഈ യൂണിവേഴ്സിറ്റി അവമാനിക്കാൻ. ഇപ്പോഴും അവമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ളവരെയൊക്കെ പിരിച്ചുവിട്ട് സംസ്കൃതമായിപ്പോയതുകൊണ്ട് അത് പഠിച്ചു പോന്നാൽ സംസ്കാരം ഉണ്ടായാൽ പാർട്ടി തകരുമെന്ന് കരുതി 10 എണ്ണത്തിൽ നിന്ന് ആളുകളെ പിരിച്ചുവിട്ട് കഴിഞ്ഞു. ഇതിനണങ്ങാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇതേവരെ പ്രശ്നങ്ങൾ അത്ര കൂടുതലായതുകൊണ്ടാണ്. പോട്ടെ, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഏതായിരുന്നാലും അവിടെ കൊണ്ടുചെന്ന സമയത്ത് എനിക്ക് ശരീരത്തെ പറ്റൂ, വിളക്ക് കൊളുത്താൻ പറ്റില്ലെന്നാണ്. എനിക്ക് ഇരുട്ടത്തിരിക്കാനാണ് വിധി. മുസ്ലിമിന് വെളിച്ചം കണ്ടുകൂടെയോ? ടാർച്ച് ലൈറ്റ് പ്രയോജനമില്ലയോ? ഇലക്ട്രിസിറ്റി ഇയാളുടെ വീട്ടിലില്ലയോ? എന്താ ഇതിന്റെ അർത്ഥം? വിളക്ക് എന്നുള്ളതിന്റെ അർത്ഥം തന്നെ എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ.